അവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാവോന്ന് ചോദിച്ചു. ഇല്ല. അന്നേരം ഞാൻ ചോദിച്ചു, നീ വലിയ ന്യായം പറയുന്നവനാണ്, നിൻ്റെ അമ്മയെ അടിച്ച് കൊന്നിട്ട് അടിപിടി ഉണ്ടാക്കി രണ്ടുപേരും ഒട്ടും സ്നേഹത്തിലായിരുന്നു. അപ്പോൾ അടിച്ച് ഒരിക്കൽ തള്ള അങ്ങ് തട്ടിപ്പോയപ്പോൾ പുള്ളി നാട്ടുകാരെല്ലാം കൂടെ കൂട്ടി കെട്ടിത്തൂക്കി കഴിഞ്ഞ് ഈ ന്യായമൊക്കെ ഒതുക്കി. കാരണം ആരാളും ഒതുക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിയോട് ചോദിച്ചു, ഇതാണോ ന്യായം, എൻ്റെ അനിയത്തി ഇതാണോ ന്യായം എന്ന് ചോദിച്ചു. നീ ന്യായം തെളിയിക്കാൻ പറഞ്ഞു. അങ്ങനെ നീ വാ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം പൊക്ക്. അന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം, നീ അങ്ങനെ ചോദിക്കാറായി, എന്നെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യമുണ്ട്, രണ്ടും ഒരുപോലെ തന്നെയാന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞ് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇതിന് മേടിക്കുന്നതിന് കണക്ക് പറയുക. നിസാര സാധനത്തിന് വേണ്ടിയിട്ടാണ് നിനക്ക് ഇത്ര, നമുക്ക് വലിയ വലിയ സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ മേടിക്കും, നമുക്ക് ഇഷ്ടമുള്ള ലെവൽ മേടിക്കും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ അഭിപ്രായം എച്ചിന്ന് പറഞ്ഞാൽ പോരാ, അതെന്ന് പറഞ്ഞാൽ നവലോക എരപ്പാളിയാണ്. പേരൻസിനോടോ പേരൻസിനോട് എന്നാ സ്നേഹമാണെന്നറിയാം. അച്ഛനോട് ഭയങ്കര സ്നേഹമാണ്. അച്ഛനോട് എന്താ സ്നേഹം. ആ കേക്ക് എന്നോടാണോ കുഴപ്പമൊന്നും ഉണ്ടോ. അച്ഛന് ചങ്ങിനകത്ത് മോനെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോത്തിടോ, എൻ്റെ ഇത് ആശുപത്രി കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു അച്ഛൻ കിടന്ന് നിലവിളിച്ചു. പുള്ളി അവിടെ ഗൾഫിലുള്ള അനിയനോട്, എടാ അനിയാ നാട്ടിലുള്ള ചേട്ടൻ മരിച്ചുപോയി, ചേട്ടൻ്റെ ഭാര്യ ഉള്ളു, ചേട്ടത്തി അമ്മേ, പിന്നെ അതുപോലെ ഇളയ പെങ്ങൾ കന്യാസ്ത്രീ എല്ലാവരും കൂടെ ഷെയർ ഇടുക, എനിക്ക് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനുണ്ട്. അത്രയ്ക്ക് സാമാനമാ, ഓർത്ത് നോക്കിക്കേ. പോവാൻ നേരത്തെ ഭയങ്കര ബില്ലും കിട്ടി കാണുമല്ലോ. കുടിച്ച ചായയുടെ, മൂക്കള തൂത്ത ടിഷ്യൂവിന്റെ, സോഡാനാരങ്ങയുടെ, വണ്ടിക്കൂലിയുടെ, ഏതും പോരാത്തിന് മാസ്കിന്റെ വരെ ചോദിച്ചു കാണും. എന്താ പറയുന്നത്, എന്താണേലും അടിച്ച വെള്ളത്തിന്റെ ഫ്ലഷ് അടിച്ച വെള്ളത്തിന്റെ വരെ ചാർജ് ഞാൻ അങ്ങോട്ട് ഇടേണ്ട വന്നു. അവസാനം ഞാൻ എങ്ങനെ ഇട്ടെന്നറിയാവോ, ഞാൻ രക്ഷപ്പെടണ്ടേ, ഞാൻ ഇതുപോലെ ഇട്ടു. കൈമോശ പോലെ ഞാനങ്ങ് ബില്ലിട്ടു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഈ സൈറനടി കാരണം ഉണ്ടല്ലോ ആരും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞങ്ങളുടെ നാട്ടുകാർ മുഴുവനും കറഞ്ഞ് കൂർക്കമ്പലിയല്ലോ വലിക്കാൻ തുടങ്ങി. ചിരിയാ, നിനക്ക് ചിരിയാ, അനുഭവിച്ച് ഞാനാ. എന്നിട്ട് അയ്യോ ഞാൻ മാത്രമാണോ, എല്ലാവരും ഓടിക്കൂടുത്. എന്നാ സംഭവിക്കുന്നത്, തേയില ഫാക്ടറി എഞ്ചിൻ എന്തോ കേടായിട്ട് ഇത് നന്നാക്കുന്നില്ല എന്ന് അവർ ചോദിക്കുന്നത്. എന്ത് നിങ്ങളുടെ മോട്ടർ വർക്ക് ചെയ്ത് ശരിയാക്ക്, നന്നാക്ക്, അല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ ആൾക്കാരെല്ലാം ഓടിക്കൂടും. അങ്ങനെയായി എൻ്റെ കുഞ്ഞ് ആൾക്കാരെല്ലാം ഓടിക്കൂടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മാസം ഉറക്കളച്ചതിൻ്റെ പേരുണ്ടല്ലോ, ഇതിൻ്റെ ഈ സൈറനടിയുടെ ഒച്ച കേട്ടിട്ട് എൻ്റെ അപ്പൻ്റെ ഹാർട്ട് അങ്ങ് നിന്നുപോയി. എൻ്റെ വല്യപ്പനാണെങ്കിൽ ചെവി അടിച്ചു പോയി. അങ്ങനെ വീട്ടിലുള്ളവർക്കെല്ലാം ആകെ പ്രശ്നമായി. ഉറങ്ങാതിരുന്നിട്ട് ആൾക്കാർക്ക് ഓർമ്മക്കുറവായി. അപ്പൊ അതിൻ്റെ ശബ്ദമലിനീകരണത്തിന് ബില്ലിട്ടു. പിന്നെ ജനങ്ങളുടെ ആൾക്കാരുടെ അവയവങ്ങൾക്ക് പറ്റിയ പ്രശ്നങ്ങൾക്കിടെ നാട്ടുകാരുടെ പരിസര മലിനീകരണത്തിനുണ്ട്. ഇങ്ങനെ മൊത്തം കൂടെ ബില്ലും കിട്ടും. എല്ലാം കൂടി ഇട്ടിട്ട് വന്നപ്പോഴത്തേനുണ്ടല്ലോ ഒന്നൊന്നര ബുദ്ധിമുട്ട്. അപ്പോൾ പുളി കഴിഞ്ഞ് വന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരി യുറേക്ക എന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തം ഞാൻ പോരാടും പറഞ്ഞ് ഒറ്റ പോക്ക് പോയി. പിന്നെ നാട്ടുകാരെടുത്ത് പെരുമാറും. അത് തന്നെ